സമയം രാവിലെ 8 മണി. റിയാദിലെ ഓൾഡ് പാലസ് അഥവാ ബുജേരി പാലസ് എന്നറിയപ്പെടുന്ന നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന അന്നത്തെ കാലത്തെ പാലസ് അഥവാ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ കാണുവാനാണ് ഞങ്ങൾ അതിരാവിലെ തന്നെ പുറപ്പെട്ടിരിക്കുന്നത്. ബുജേരി ടെറസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സൽമാൻ രാജകുമാരൻ്റെ നേതൃത്വത്തിൽ സൗദിയിൽ വൻ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായി നമുക്ക് കാണാവുന്നതാണ്. സൗദി യൂണിവേഴ്സിറ്റി, സൗദി കിങ് യൂണിവേഴ്സിറ്റി ആണ്. ഞങ്ങൾ കോട്ടയുടെ അടുത്ത് എത്താറായി. പാർക്കിങ്ങിലേക്കാണ് ഞങ്ങളുടെ വാഹനം പോകുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് കാണുന്നത്. റിയാദിൽ 3 മണിക്കൂറിന് മുമ്പ് അറിയാലുണ്ട് കേട്ടോ. ബുജേരി ടെറസ് കാണാൻ വരുന്നവർക്കായി വലിയ പാർക്കിംഗ് സൗകര്യങ്ങളാണ് റിയാദ് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് കോട്ടയുടെ മുകളിലേക്ക് കാഴ്ചകൾ കാണുവാൻ വേണ്ടി ലിഫ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ലിഫ്റ്റ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. വളരെയധികം ആളുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പ്രത്യേകതരം നിർമ്മിതിയായിരുന്നു. പേരാണ് ദിറഇയ്യ. പണ്ടത്തെ രാജാക്കന്മാർ, സൗദി രാജാക്കന്മാരുടെയൊക്കെ പണ്ടത്തെ തലസ്ഥാനം. 1800-കളിൽ 1900-ലൊക്കെ ഉള്ള 2-3 സൗദി രാജഭരണത്തിൻ്റെ ആ കാലത്ത് അവർ തലസ്ഥാനമായി ഉപയോഗിച്ചിരുന്ന നഗരമാണ് ദിറഇയ്യ. ബുജേരി ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വളരെ വേഗത്തിലാണ് ബഷീർ കാൽനടയായി ഞങ്ങളെ കോട്ടയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. റോഡിൽ കുറച്ച് ലേബേഴ്സിനെ കാണാമായിരുന്നു. അറ്റകുറ്റ പണികൾ, ക്ലീനിങ് വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ് അവരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ചരിത്രം ഉറങ്ങുന്ന ഒരു പുരാതനമായ കോട്ടകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ബഷീർക്ക? ദിറഇയ്യ. പുരാതന കോട്ടയുടെ കവാടം തന്നെ വളരെ കമനീയമായ കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്നു. അതിലൂടെ ഞങ്ങൾ റോഡിൻ്റെ എതിർവശത്ത്. സൗദികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, അവർക്ക് താല്പര്യമുള്ള സ്ഥലമാണ്. കാരണം അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം അതൊക്കെ ഏകദേശം ഇവിടെ നിന്നാണ് ശരിക്കും രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലം എന്നൊക്കെ അവർക്കൊക്കെ താല്പര്യമുണ്ട്. കൾച്ചറല്ലേ. നമ്മൾ ബഹ്റൈനിൽ പോയപ്പോഴും അവിടെ ഇതുപോലെ അവരുടെ കൾച്ചർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ഈ കോട്ടയും അതിൻ്റെ ചരിത്രവും. ഞങ്ങൾ അവിടെ എത്തിയിരുന്ന ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നതിനാൽ വളരെ തിരക്ക് കുറവായിരുന്നു. സന്ദർശകരെല്ലാം വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വരാറുള്ളത്. വളരെയധികം ലൈറ്റുകൾ കൊണ്ട് ആകർഷണീയമായ ഒരു ചെറിയ മൊബൈൽ റെസ്റ്റോറൻറ്റ് യൂണിറ്റുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെയെല്ലാം വൻ തിരക്കാണ്. ബുജേരി പാലസിൻ്റെ അടുത്ത് ഞങ്ങൾ എത്താറായി. ഇനി താഴോട്ട് നടന്നിറങ്ങിയാൽ അവിടെ നിന്നും അല്പം കൂടി നടന്നാൽ ബുജേരി പാലസ് കാണാമെന്നതാണ് ഞങ്ങളുടെ നിഗമനം. ബഷീർക്ക വളരെയധികം വേഗത്തിൽ തന്നെ നടക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കൂടെ എത്തുവാൻ ഞങ്ങൾ പാടുപെട്ടു. അവിടെ എത്തിയപ്പോഴാണ് ഒരു സെക്യൂരിറ്റി ഗൈഡിനെ ഞങ്ങൾ കാണുകയും അദ്ദേഹത്തോട് ബുജേരി പാലസിൻ്റെ ഹിസ്റ്ററികളും മറ്റും ചോദിക്കുകയും ചെയ്തത്. പാലസിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം വൈകുന്നേരങ്ങളിൽ മാത്രം അനുവദിക്കുന്നതിനാൽ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം സാധ്യമായില്ല. വളരെ വിദൂരത്ത് നിന്ന് ഞങ്ങൾ പകർത്തിയ കോട്ടയുടെ രൂപമാണ് ഈ ദൃശ്യത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലപ്പഴക്കം കാരണം അതിൻ്റെ മേൽക്കൂരകളെല്ലാം തകർന്നതായി കാണാം. പുരാതന പാലസാലേ. ഈ വിദേശ അതിഥികളൊക്കെ വന്നാലേ ഓലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇതിമേ പ്രത്യേക ലൈറ്റൊക്കെ എടുപ്പിക്കും രാത്രി. ആ കോട്ടയിലല്ലേ.
പ്രത്യേക രാജാക്കന്മാരെ പരിപാടിയൊക്കെ ഉണ്ടാകും ഇവിടെ. അത് ശരി.